ഇന്ന് നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ബിസ്ക്കറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമുമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്ന ബൗള് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തണുപ്പിക്കുക. നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബൗൾ ഇതുപോലെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുത്താൽ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ നന്നായിട്ട് പഫി ആയിട്ട് പൊങ്ങി വരും. ഇപ്പോൾ അതാ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർക്കുന്നത്. ഇത് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം പൊടിച്ച പഞ്ചസാര ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതുപോലെ ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്ത് ഫുള്ളായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ചെറിയ ബൗളിൽ നമ്മളൊരു 3/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുക. ഇതുപോലെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി പഞ്ചസാര നമ്മുടെ പാലിൽ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചിട്ടെടുക്കുക. ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പുഡിങ് ട്രേ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനിടയിൽ ഇതുപോലെ നമ്മൾ ബിസ്ക്കറ്റ് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒരു 2-3 ലെയറായിട്ട് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അതൊരു 3-4 തവി ഇതിൽ മുകളിലായിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മുടെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ബിസ്ക്കറ്റിന് മുകളിൽ പാലൊഴിച്ച് കൊടുത്താൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബിസ്ക്കറ്റ് നമ്മൾ ബൗളിലിട്ടിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം, പാലിൽ നന്നായിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് നമ്മൾ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1-2 ലെയർ ഇതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം നമ്മൾ ഇതിന് മുകളിലായിട്ട് തേച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നമ്മുടെ പുഡിംഗ് ട്രേ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക. ശേഷം നമ്മളിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്താലും മതി. ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പടക്കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സൈഡിലൂടെ നമ്മൾ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.